ഹായ്, ഈ താഴെ കാണുന്ന ചേച്ചിനെ നിങ്ങളുടെ ആർക്കെങ്കിലും ഒക്കെ മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഞാനിത് പറഞ്ഞു തരാം. ഇതാണ് പുതിയ നേർച്ചക്കോഴി. BJPക്ക് വേണ്ടിയിട്ട് ഓരോ ചാനൽ ചർച്ചകളിൽ ചെന്നിരുന്ന് തേഞ്ഞൊട്ടാൻ വേണ്ടിയിട്ട് ഇറക്കുമതി ചെയ്തിരിക്കുന്ന പുതിയ അവതാരം. അപ്പൊ ചേച്ചി കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്, നമുക്കൊന്ന് കേട്ടു നോക്കാം. മഹാനടന്മാരെന്നും കലാകാരന്മാരെന്നും സാമൂഹിക സാംസ്കാരിക കേരളത്തിന്റെ മുഖമെന്നുമൊക്കെ വാഴ്ത്തപ്പെട്ടിരുന്ന ആരാധിക്കപ്പെട്ടിരുന്ന ബിംബങ്ങളൊക്കെ ഉരുകി ഒലിച്ച് ഒരു ഉരുൾപൊട്ടൽ എന്നതുപോലെ തകർന്നടിയുന്ന ഒലിച്ചു പോകുന്ന രംഗമാണ് നാം കാണുന്നത്. കുറച്ച് മിനിറ്റുകളായി കോൺഗ്രസും CPM തമ്മിലുള്ള വാഗ്വാദമാണ്. ആരാണ് മികച്ചത്, ഏത് കാര്യത്തിൽ, പീഡനത്തിന്റെ കാര്യത്തിൽ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ ഹേമ കമ്മീഷൻ പോലുമല്ല, ഇത് ഹേമ കമ്മിറ്റിയാണ്. ഒരു സാഹചര്യത്തിൽ നാട്ടുകാരെ പറ്റിക്കാൻ ഒരു വോഷനായിട്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. ആ കമ്മിറ്റിക്ക് ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. നമുക്കറിയാലോ, യാതൊരു നിയമ നടപടിയോ എക്സിക്യൂഷനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ ഈ രഞ്ജിത്തിനെയും മുകേഷിനെയും ഒക്കെ രക്ഷിക്കാനുള്ള വളരെ ഹീനമായ ഗൂഢാലോചന തന്നെയാണ് ഈ അകംപുറകൾ നടക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ദേശീയ വനിതാ കമ്മീഷനെ കണ്ട് പരാതി സമർപ്പിക്കുകയും ഈ ദേശീയ വനിതാ കമ്മീഷൻ ബ്രിജ്ഭൂഷന്റെ കാര്യത്തിൽ രൂപം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിവാദങ്ങൾ ഉണ്ടായപ്പോ ഉറങ്ങിപ്പോയിരുന്നോ? ഉറങ്ങിയൊന്നുമില്ലല്ലോ, ആരും ഉറങ്ങിയിട്ടില്ലല്ലോ. ബ്രിജ്ഭൂഷന്റെ കേസും ഈ കേസും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. നോക്കൂ, ബ്രിജ്ഭൂഷന്റെ കേസിൽ ചേച്ചിക്ക് പീഡനാരോപണങ്ങളുള്ള മറ്റാരെ കുറിച്ചും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മുകേഷിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. മുകേഷ് കാരണം ഒരു രാഷ്ട്രീയക്കാരനായി പോയല്ലോ. ഉടൻ തന്നെ നമ്മുടെ അരുൺകുമാർ തിരിച്ച് ബ്രിജ്ഭൂഷനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേന് അതും ഇതും തമ്മിലെന്ന് നിങ്ങൾ കൂട്ടി യോജിപ്പിക്കേണ്ട, അതും ഇതും തമ്മിൽ ബന്ധമില്ല, അത് കായികവും ഇത് കലയുമല്ലേ എന്ന് ചോദിച്ച ചേച്ചിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചേച്ചി പതിയെ ഗൂഗിളെങ്കിലും എടുത്തു വെച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ച കാൻഡിഡേറ്റ്സിൽ ഏത് പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടത്? അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡന കേസുകളുള്ളത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച പ്രതിനിധികളാണ്. കൈമുട്ട് വരെ ഇല്ലാത്തവൻ വിരലില്ലാത്തവനെ കുറ്റം പറയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ,